بحمد ربي أبدأ المنيرة ثم الصلاة والسلام السيرة على نبي اسمه محمد أبوه عبد الله منه مفرد أبوه عبد الله منه مفرد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുഭവിച്ച പ്രയാസ ഘട്ടങ്ങൾ, റസൂലുള്ളാഹിയുടെ ദുഃഖങ്ങൾ, ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കി. പ്രയാസങ്ങൾക്കും ദുഃഖങ്ങൾക്കും ആശ്വാസമായിക്കൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ഇക്റാം, ആദരവ് എന്ന നിലക്ക് അള്ളാഹു നൽകിയതാണ് ഇസ്രാ മിഅ്റാജ്. ഇസ്രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ, മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സ വരെയുള്ള യാത്രയാണ് ഇസ്രാ. അവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്രയാണ് മിഅ്റാജ്. വിശദമായിക്കൊണ്ട് നമ്മൾ പഠിക്കേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഏരിയയാണ് അത്. 25-ലധികം വരുന്ന സ്വഹാബികളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്രാ മിഅ്റാജുമായി ബന്ധപ്പെട്ട ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ഒരു വലിയ കൂട്ടം സ്വഹാബികൾ ആ ഹദീസ് നമുക്ക് കൈമാറി നൽകിയിട്ടുണ്ട്. അതിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉണ്ട്, അലി റളിയല്ലാഹു തആല അൻഹു ഉണ്ട്, ഇബ്നു മസ്ഊദ് ഉണ്ട്, അബൂദർ, അബൂ ഹുറൈറ, ഇബ്നു അബ്ബാസ്, അങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രസിദ്ധരായ സ്വഹാബികൾ. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹ, അസ്മ റളിയല്ലാഹു തആല അൻഹ, വളരെ പ്രഗത്ഭരായ സ്വഹാബ വനിതകളും ആ കൂട്ടത്തിലുണ്ട്. എപ്പോഴാണ് ഇസ്രാ മിഅ്റാജ് നടന്നത്? ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ത്വായിഫിലേക്കുള്ള യാത്രയ്ക്ക് ശേഷമാണ് എന്നത് ഉറപ്പാണ്. റസൂലുള്ളാഹി ത്വായിഫിലേക്ക് ചെന്ന് അവിടെയുള്ള ആ പീഡനങ്ങൾക്ക് ശേഷമാണ് ഇസ്രാ മിഅ്റാജ്. എന്നാൽ അതിൻ്റെ കൃത്യമായ മാസം, കൃത്യമായ ദിവസം അത് ചരിത്രത്തിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. ഹിജ്റയുടെ 1 വർഷം മുമ്പാണ് എന്നതാണ് അതിലെ പ്രബലമായ അഭിപ്രായം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രാ മിഅ്റാജിൻ്റെ പ്രത്യേകമായ എന്തെങ്കിലും ആഘോഷങ്ങളോ, ആ ദിവസങ്ങളിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെ പ്രത്യേക ഭക്ഷണം ഒരുക്കലോ, പ്രത്യേകമായ ഒരു ആരാധനയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നുവെങ്കിൽ മുസ്ലിം സമൂഹത്തിൽ ആ ദിവസത്തിൽ എങ്ങനെയാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക? മുഹറം 9 നോമ്പ് നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. മുഹറം 10 നോമ്പിൻ്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു. തിങ്കളാഴ്ച നോമ്പിൻ്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല, റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിച്ചു. എന്നാൽ മിഅ്റാജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രത്യേകമായ ആചാരം നമുക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം അങ്ങനെ പ്രത്യേകമായ ഒരു ഇബാദത്ത്, ആ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരവും ആത്മാവും ഒന്നിച്ചാണ് യാത്ര ചെയ്തിട്ടുള്ളത്. അസ്സഹീഹു അന്നൽ ഇസ്റാ വൽ മിഅ്റാജ് കാന ബിജസദിഹി വറൂഹിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജസദും റൂഹുമുണ്ട്. ചില ആളുകളൊക്കെ എങ്ങനെ, ഇതിപ്പോൾ എങ്ങനെയാണ് പുറത്തു പറയുക, എങ്ങനെയാണ് ഇത് ജനങ്ങളോട് പറയുക, ജനങ്ങൾ ഇത് കേട്ടുകഴിഞ്ഞാൽ അവരെന്ത് കരുതും? അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് വ്യാഖ്യാനിക്കാം. അതൊരു സ്വപ്നമാണ്, ശരീരം പോയിട്ടില്ല, ശരീരം പോയി എന്ന് പറഞ്ഞാലാണല്ലോ പ്രശ്നം. മറിച്ച് സ്വപ്നത്തിൽ എവിടേക്കും പോകാം. അപ്പോൾ സ്വപ്നത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ അഖ്സയിലേക്ക് പോയി, 7-ാം ആകാശത്തേക്ക് പോയി. അങ്ങനെ കഷ്ടപ്പെട്ട് വ്യാഖ്യാനിക്കുന്ന ചില ആളുകളുണ്ട്. ഇസ്ലാമിക പ്രമാണങ്ങൾ അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞ് ആ വാർത്ത അറിയിച്ചപ്പോൾ
മുശ്രിക്കീങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിലേക്ക് ചെന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്, അബൂബക്കർ നിങ്ങൾ ഇത് അംഗീകരിക്കുമോ? ഞങ്ങൾ ഇന്നലെ വരെ പറഞ്ഞല്ലോ ആള് മജ്നൂനാണ്, ഭ്രാന്ത് പിടിച്ച് പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ രാത്രി കൊണ്ട് മസ്ജിദുൽ അക്സയിലേക്ക് ചെന്നു, 7-ാം ആകാശത്തേക്ക് ചെന്നു. അബൂബക്കർ നിങ്ങൾക്കിത് അംഗീകരിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സത്യപ്പെടുത്തിയ ഒരു നിലപാടുണ്ടല്ലോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല തെരഞ്ഞെടുത്ത ആ ഒരു നിലപാടുണ്ടല്ലോ, അതാണ് വിശ്വാസികൾക്ക് ഏത് വിഷയത്തിലും പ്രമാണങ്ങളോടുള്ളത്. ഇസ്രാ മിഅ്റാജ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ മക്കത്തെ മുശ്രിക്കീങ്ങൾ അവരുടെ ബുദ്ധി വെച്ചുകൊണ്ടാണ് ആലോചിച്ചത്. അവർ ബുദ്ധി കൊണ്ടാണ് അതിനെ കേട്ടത്. എങ്ങനെ അത് നടക്കും, എങ്ങനെ അത് സംഭവിക്കും? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല കേട്ടത് ഈമാൻ കൊണ്ടാണ്. അങ്ങനെ ഈമാൻ കൊണ്ട് പ്രമാണങ്ങളെ കേൾക്കുന്ന നിലപാടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജസദും റൂഹും ഒന്നിച്ചാണ് ഇസ്രാ മിഅ്റാജ് യാത്ര നടത്തിയിട്ടുള്ളത്. യാത്രക്ക് മുമ്പ് പ്രവാചകന്റെ അരികിലേക്ക് മലക്കുകളെത്തി. ആ മലക്കുകളുടെ കൂട്ടത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ട്. മുമ്പും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെഞ്ച് പിളർത്തിയ സംഭവം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചെറുപ്പത്തിൽ മലക്കുകൾ വീണ്ടും വന്നു, റസൂലുള്ളാഹിയുടെ നെഞ്ച് പിളർത്തി. സംസമിനരികിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോയി പ്രവാചകന്റെ ഹൃദയം സംസം കൊണ്ട് കഴുകി, പിന്നീട് സ്വർണത്തിൻ്റെ ഒരു തലികയിൽ ഹിക്മത്തും ഈമാനും കൊണ്ടുവരപ്പെട്ടു. പ്രവാചകന്റെ ഹൃദയത്തിലേക്ക് ഹിക്മത്തും ഈമാനും നിറച്ചു. സുമ്മ ഉഈദ, പിന്നീട് ആ പഴയ രൂപത്തിലേക്ക് തന്നെ ആ നെഞ്ച് മാറ്റി. സുമ്മ ഊതീതു ബിദാബ, പിന്നീടൊരു മൃഗത്തെ കൊണ്ടുവന്നു. ആ മൃഗമാണ് ബുറാഖ്. പണ്ടൊക്കെ നാട്ടിലും ബുറാഖിൻ്റെ ഒരു ചിത്രം പ്രചരിച്ചിരുന്നു. ഒരു കുതിരയുടെ ശരീരം, ഒരു രാജകുമാരിയുടെ തല, ഒരു കിരീടം, എന്നിട്ട് പല മുസ്ലിം വീടുകളുടെ മുന്നിലും ആ ചിത്രം പ്രദർശിപ്പിച്ചിരുന്നു. അതാരോ ഭാവനയിൽ ഉണ്ടാക്കിയെടുത്ത ബുറാക്കാണ്. ഇസ്ലാമിക പ്രമാണങ്ങളിലെ ബുറാക്കുമായിട്ട് അതിന് ബന്ധമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബുറാക്കിനെ കുറിച്ച് നമുക്ക് അറിയിച്ചു നൽകി. ദൂനൽ ബഗ്ലി വഫൗകൽ ഹിമാർ, കഴുതയേക്കാൾ കുറച്ച് വലിപ്പമുണ്ട്. കോവർ കഴുതയേക്കാൾ ചെറുതാണ്. ഒരു മൃഗമാണ് കഴുതയേക്കാൾ കുറച്ച് വലിപ്പം കൂടിയ ഒരു മൃഗം. അബിയ, വെള്ള നിറമാണ് ബുറാക്കിന്. അതിന് കടിഞ്ഞാനുണ്ട്. യാത്രക്കാരന് യാത്ര ചെയ്യാൻ ആവശ്യമായ ജീനികൾ അതിലുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ വേഗത, അതിൻ്റെ കുളമ്പ്, കണ്ണെത്തുന്ന ദൂരത്ത് അതിൻ്റെ കുളമ്പെത്തും, അതിൻ്റെ കാലെത്തും. അത്ര വേഗതയിലാണ് അതിൻ്റെ സഞ്ചാരം. ഒരു കയറ്റം കയറുമ്പോൾ അതിൻ്റെ പിറക് കാലുകൾ നീളം വെക്കും. ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ മുന്നിലെ കാലുകൾ അതിന് നീളം കൂടും. അഥവാ ഒരു യാത്രികന് ഒരു പ്രയാസവും ഇല്ലാത്ത രൂപത്തിൽ കയറ്റം കയറാനും താഴേക്ക് ഇറങ്ങാനും ഒക്കെ കഴിയുന്ന രൂപത്തിലാണ് അതിൻ്റെ രൂപം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ബുറാഖ് എത്തിയപ്പോൾ അത് പ്രയാസം സൃഷ്ടിക്കാൻ തുടങ്ങി. അത് വരളി പിടിച്ചു. ഫഖാല ലഹു ജിബ്രീൽ, അപ്പോൾ ജിബ്രീൽ ചോദിച്ചു, അബി മുഹമ്മദിൻ തഫ്അലു ഹാദാ, മുഹമ്മദിനോടാണോ നീ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? ഫമാ റകിബക അഹദുൻ അക്റമു അലല്ലാഹി മിൻഹു, അല്ലാഹുവിൻ്റെ അരികിൽ അദ്ദേഹത്തെക്കാൾ ആദരവുള്ള ഒരാളും നിന്റെ മുകളിൽ കയറുകയില്ല. അപ്പം നിന്റെ മുകളിൽ കയറുന്നതിൽ അള്ളാഹുവിൻ്റെ അരികിൽ ഏറ്റവും ആദരവുള്ള വ്യക്തി അദ്ദേഹമാണ് എന്ന് പറഞ്ഞപ്പോൾ ബുറാഖ് അത് വിയർത്തൊലിക്കാൻ തുടങ്ങി. അതിൻ്റെ ശരീരം വിയർത്തൊലിച്ചു. ഫറക്കിബ്തുഹു, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുറാക്കിൽ കയറി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്ര ആരംഭിക്കുകയാണ്. ജിബ്രീലുണ്ട് കൂടെ. ഒരൽപ്പം മുന്നോട്ട് പോയപ്പോൾ ജിബ്രീൽ പറഞ്ഞു, ഇൻസിൽ മുഹമ്മദ്, താങ്കൾ ഇറങ്ങണം, നമസ്കരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി. റസൂലുള്ളാഹി നമസ്കരിച്ചു. ജിബ്രീലിന്റെ ചോദ്യം, അതദിരി ഐന
സ്വല്ലൈത? മുഹമ്മദ്, നിങ്ങൾക്കറിയുമോ എവിടെയാണ് നമ്മൾ നമസ്കരിച്ചിട്ടുള്ളത്? ഈ നമസ്കരിച്ച പ്രദേശം ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കറിയില്ല, ഏതാണ് ആ നാട് എന്ന് പരിചയമില്ല. പ്രവാചകൻ പറഞ്ഞു, അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ. ജിബ്രീൽ അറിയിച്ചു കൊടുത്തു, ത്വയ്ബ, ഇത് ത്വയ്ബയാണ്, അഥവാ യസിരിബ്, ഇന്നത്തെ മദീന. ഇപ്പൊ മദീനയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇത് മുഹമ്മദ് നിങ്ങളുടെ പാലായന ദേശമാണ്, അവിടേക്കാണ് ഹിജ്റ, അവിടേക്കാണ് പാലായനം. ഇപ്പൊ മദീനയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം മദീനയിലേക്കാണ് പാലായനം ചെയ്യപ്പെടേണ്ടി വരിക എന്നുള്ളത്. വീണ്ടും യാത്ര തുടർന്നു. മറ്റൊരു പ്രദേശത്തെത്തിയപ്പോൾ ജിബ്രീൽ ഇറങ്ങാൻ പറഞ്ഞു. റസൂലുള്ളാഹി ഇറങ്ങി, നമസ്കരിച്ചു. ഏതാണ് ഈ പ്രദേശമെന്നറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവാണ് അറിയുന്നവൻ. ജിബ്രീൽ അറിയിച്ചു കൊടുത്തു, ഈ പ്രദേശം തൂരി സീനയാണ്. വീണ്ടും യാത്ര തിരിക്കുന്നു. ജിബ്രീൽ ഇറങ്ങാൻ പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങുന്നു, നമസ്കാരം നിർവഹിക്കുന്നു. ഏതാണ് ഈ പ്രദേശം എന്നറിയുമോ എന്ന് ചോദിക്കുന്നു. അറിയില്ല എന്ന് റസൂലുള്ളാഹിയുടെ മറുപടി, ബിമദിയൻ ഇന്ദ ഷജറത്തി മൂസ, ഇത് മദിയനാണ്, ശുഐബ് നബിയുടെ നാട്. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ മരം സൂറത്തുൽ ഖസസിൽ അള്ളാഹു പറഞ്ഞ 2 പെൺകുട്ടികൾ അവർക്ക് വെള്ളം എത്തിച്ചു കൊടുത്തതിന് ശേഷം മൂസാ നബി അലൈഹി സ്വലാം ഒരു മരത്തിൻ്റെ താഴെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ആ ഷജർ, ആ മരമാണ് ഇത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുക്കുന്നു. പിന്നീട് അടുത്ത ഒരു പ്രദേശത്തേക്ക് എത്തുന്നു. അത് ബൈത്തുൽ ലഹം, അഥവാ ഈസ നബി അലൈഹിസ്സലാം അദ്ദേഹം ജനിച്ച നാട്, അദ്ദേഹത്തിൻ്റെ കുടിൽ ഉള്ള ആ നാട്ടിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് എന്നറിയിക്കുകയും പിന്നീട് അവിടെ നിന്ന് വീണ്ടും ജിബ്രീൽ യാത്ര പുറപ്പെടാൻ ആവശ്യപ്പെടുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുറാക്കിൽ യാത്ര തുടരുകയുമാണ്. ഇൻഷാ അല്ലാഹ് ഇസ്രാ മിഅ്റാജുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ നമുക്ക് തുടർന്നു വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം, മനസ്സിലാക്കാം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.